ഇന്ധനവില വീണ്ടും കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 1.79 ദിർഹമാണ് പുതിയ നിരക്ക്. സ്പെഷ്യൽ പെട്രോൾ 1.68 ദിർഹവും ഡീസൽ വില ലിറ്ററിന് 1.83 ദിർഹവുമാണ്. പുതിയ നിരക്കുകൾ അടുത്ത മാസം 1-ന് നിലവിൽ വരും. അബുദാബിയിൽ ചേർന്ന പെട്രോളിയം വിലനിർണ്ണയ സമിതിയുടെ യോഗമാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചത്. ജൂലൈയിൽ ഇന്ധനവില നിയന്ത്രണം എടുത്തുകളഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ UAEയിൽ പെട്രോൾ വില. UAEയിൽ ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികളിൽ സ്വദേശികൾക്കൊപ്പം പ്രവാസി മലയാളികളും സജീവമാണ്. 1971 ഡിസംബർ 2-ന് 7 എമിറേറ്റുകൾ ചേർന്ന ഒന്നായി UAE എന്ന രാഷ്ട്രം രൂപീകൃതമായതിന്റെ ആഘോഷ നിറവിലാണ് രാജ്യമെങ്ങും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് UAE. ഡിസംബർ 2-നാണ് UAEയുടെ ദേശീയ ദിനമെങ്കിലും ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നാൽപ്പത്തിനാലാമത് ദേശീയ ദിനമാണ് UAE ആഘോഷിക്കുന്നത്. 1971 ഡിസംബർ 2-ന് 7 എമിറേറ്റുകൾ ചേർന്ന് ഐക്യ അറബ് യൂണിയനായി മാറിയതിന്റെ ആഘോഷം. രാജ്യത്തെങ്ങും വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. റാലികളും പരേഡുകളും എങ്ങും നടക്കുന്നു. സ്വദേശികൾക്കൊപ്പം പ്രവാസി മലയാളികളും ഇത്തരം ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ കോൽക്കളിയും ദഫുമുട്ടും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ച് പ്രവാസി മലയാളികളും സജീവമായി. കാസർഗോഡ് ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശിയായ ഇക്ബാൽ തന്റെ റോൾസ് റോയ്സ് കാർ അലങ്കരിച്ചാണ് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാന്റെ ചിത്രങ്ങൾ സ്റ്റാമ്പ് രൂപത്തിൽ കാറിൽ പതിപ്പിച്ചാണ് ഇക്ബാൽ തന്റെ കാർ അലങ്കരിച്ചത്. പ്രവാസികളായി നമ്മൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്ന UAEയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുക. അതാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള ഒരു ഇൻഷാ അല്ലാഹ് ഒരു മത്സരത്തിലും ഇതേപോലെ ഈ ഒരു പരിപാടിയിലും പങ്കെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായത്. കാരണം പ്രവാസികളോട് നമ്മളോട് കാണിക്കുന്ന ഒരുപാട് കാരുണ്യം അത് പ്രകടിപ്പിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടി. ദുബായ് നെഫ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരേഡിൽ ദുബായ് പോലീസ് അധികാരികളും പങ്കെടുത്തു. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഷെയ്ഖ് ഹംദാന്റെ കാര്യാലയം ഇന്നൊവേഷൻ സ്ട്രാറ്റജി പുറത്തിറക്കി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി പുറത്തിറക്കിയത്. വ്യത്യസ്തമായ 4 തലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ട്രാറ്റജിയുടെ ആദ്യ തലം പുതുമകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുക എന്നതാണ്. ദുബായ് കിരീടാവകാശിയുടെ കാര്യാലയം ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുമെന്ന് ഡയറക്ടർ ജനറൽ സൈഫ് മർഖാൻ അൽ കെദ്ബി അറിയിച്ചു. സീഷൽ ഇവന്റ്സ് ഒരുക്കുന്ന ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് ഡിസംബർ 4-ന് ദുബായ് മോഡൽ സ്കൂളിൽ കേരള മുൻ സഹകരണ വകുപ്പ് മന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മുതൽ രാത്രി 9:30 വരെയാണ് പരിപാടി. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളും അറബിക് കലാരൂപങ്ങളും അണിനിരക്കും. വിഭാഗീയതകളെല്ലാം മറന്ന് ദേശീയൈക്യം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സമയമാണിതെന്നും അക്കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾ ജാഗ്രത കാണിക്കണമെന്നും കുവൈറ്റ് സർക്കാർ. അടുത്തിടെ ഭീകരവാദ സംഘടനയായ ISുമായി ബന്ധമുള്ള 6 പേർ പിടിയിലായ സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അസ്ബാഹിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഈ ആഹ്വാനം നടത്തിയത്. രാജ്യത്തിന്റെ സ്ഥിരതയും സമൂഹത്തിലെ ഐക്യവും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ചിലർ ഏർപ്പെടുന്നുണ്ടെന്ന സൂചനയാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്നത്. ഏറെ ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ ദിവസം പിടിയിലായതുപോലെയുള്ള ശൃംഖലകളെക്കുറിച്ച് രഹസ്യ വിവരമോ മറ്റോ ഉള്ളവർ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വൈകരുതെന്നും മന്ത്രിസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് മുൻ ഭാരവാഹിയും കുവൈറ്റ് കലാ ട്രസ്റ്റിന്റെയും കുവൈറ്റിലെ വനിതകളുടെ കൂട്ടായ്മയായ വനിതാവേദിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വനിതാവേദി ട്രസ്റ്റിന്റെയും സെക്രട്ടറിയുമായ മധു ഇളമാട് തിരുവനന്തപുരത്ത് നിര്യാതനായി.
50 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. 1996 കുവൈറ്റിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു മധു ഇളമാടിന്റെ വേർപാടിൽ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ, കലാ കുവൈറ്റ്, വനിതാ വേദി കുവൈറ്റും അനുശോചിച്ചു. കുവൈറ്റ് കലാ ട്രസ്റ്റിന്റെയും വനിതാ വേദി ട്രസ്റ്റിന്റെയും സെക്രട്ടറിയായിരുന്ന മധു ഇളമാടിന്റെ വേർപാടിനെ തുടർന്ന് നാളെ മാതൃഭാഷാ സമിതിയുടെയും കലാ കുവൈറ്റിന്റെയും നേതൃത്വത്തിൽ നടത്താനിരുന്ന കാവ്യസന്ധ്യ മാറ്റിവെച്ചതായി സമിതി ജനറൽ കൺവീനർ സാം പൈനമൂട് അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നൂതന സംവിധാനങ്ങളോടുകൂടിയ സ്മാർട്ട് ഫോണുകൾ ലാവ മിഡിൽ ഈസ്റ്റ് വിപണിയിൽ അവതരിപ്പിച്ചു. ക്യാമറയില്ലാത്ത 5 ഇഞ്ച് സ്ക്രീനോട് കൂടിയ സ്മാർട്ട് ഫോണാണ് ലാവ പുതിയതായി ഇറക്കിയത്. ക്യാമറയുള്ള ഫോണുകൾക്ക് കർശന നിയന്ത്രണമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് ഗുണകരമാകുമെന്ന് കൺട്രി മാനേജർ ബില്ലി ലൂവോ പറഞ്ഞു. ക്യാമറയില്ലെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും ഐറിസ് X8s എന്ന ഈ മോഡലിൽ ഉണ്ടാകും. 399 ദിർഹം മുതലുള്ള വിവിധ ശ്രേണിയിലുള്ള മോഡലുകൾ ലഭ്യമാണ്. GCCയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിപുലമായ വിതരണ ശൃംഖല ഒരുക്കിയതായും അധികൃതർ അറിയിച്ചു. കോട്ടയത്ത് 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാതായെന്ന പീപ്പിൾ TV വാർത്തയെ തുടർന്ന് കോട്ടയം റൈഫിൾ അസോസിയേഷൻ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DGP സെൻകുമാർ പീപ്പിൾ TVയോട് പറഞ്ഞു. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് സണ്ണി തോമസിന് സംഭവത്തിൽ പങ്കെന്നാരോപിച്ച് കൊല്ലം റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി സജു S. ദാസ് ഹൈക്കോടതിയിൽ പരാതി നൽകി. വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി സജു S. ദാസ് നീതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് 2 ആഴ്ചയ്ക്കകം സർക്കാരിനോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ ഇത് ലോകം മൊത്തം അറിയണം. ഒരു വട്ടം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും എന്നെ ജീവൻ അപഹരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തെളിവുകളും എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഞാൻ 24-ാം തീയതി കോടതിയിൽ ഫയലിടുകയും 25-ാം തീയതി കോടതിയിൽ അത് ഫയൽ സ്വീകരിക്കുകയും ചെയ്തു. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് സണ്ണി തോമസും ദേവസ്യ കുര്യൻ, ജോ ഐ മംഗളി എന്നിവർക്ക് തിരകൾ കാണാതായതിൽ പങ്കുണ്ടെന്നും രാജ്യസുരക്ഷയ്ക്കും സമാധാനത്തിനും ഇവർ ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നും സജു S. ദാസ് തന്റെ പരാതിയിൽ ആരോപിക്കുന്നു. നിയമങ്ങൾ കാറ്റിൽ പറത്തിയും വ്യാജമായ രേഖകൾ സൃഷ്ടിച്ചും കള്ള ഒപ്പിട്ടും കേരള പോലീസിനെ വഞ്ചിച്ചുമാണ് ദ്രോണാചാര്യ, സണ്ണി തോമസും കൂട്ടരും വെടിയുണ്ടകൾ കരസ്ഥമാക്കിയതെന്നും ഹർജിയിൽ പറയുന്നു. സംസ്ഥാന റൈഫിൾ അസോസിയേഷൻ ഭാരവാഹിത്വം വഹിക്കുമ്പോഴുമാണ് വെടിയുണ്ടകൾ കാണാതായതെന്നും തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയാണ് സജു S. ദാസ് കോടതിയെ സമീപിച്ചത്. കേരള റൈഫിൾ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് IGയെ നോക്കുകുത്തിയാക്കിയാണ് സണ്ണി തോമസും സംഘവും വെടിയുണ്ടകൾ അനധികൃതമായി കരസ്ഥമാക്കിയതെന്നും ദ്രോണാചാര്യ അവാർഡ് ഇതിന് മറയാക്കിയെന്നും സജുവിന്റെ പരാതിയിൽ പറയുന്നു. CBIക്കും NIAക്കും പോലീസ് DGPക്കുമൊക്കെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സജു S. ദാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ ജോഷിയുടെ സഹായിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ലൈംഗിക ബന്ധം നടത്തിച്ചുവെന്ന് സഹായിയായ അനൂപ് വെളിപ്പെടുത്തി. ഇതിനുശേഷം ഇവരെ ഇടപാടുകാർക്ക് എത്തിച്ചതായും അനൂപ് പറഞ്ഞു. അനൂപിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ചുംബന സമര നേതാക്കളായ രാഹുൽ പശുപാലനും രശ്മി ആർ നായരും പ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിപ്പിച്ച വെളിപ്പെടുത്തലാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അച്ചായൻ എന്ന ജോഷിയും സഹായി അനൂപും നടത്തിയിരിക്കുന്നത്. പെൺവാണിഭത്തിനെത്തിച്ച പെൺകുട്ടികളെ എയ്ഡ്സ് രോഗിയുമായി ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കിയതായി ജോഷി വെളിപ്പെടുത്തി. തന്റെ ഡ്രൈവറാണ് ആ എയ്ഡ്സ് രോഗിയെന്നും പെൺവാണിഭത്തിന് വിസമ്മതിച്ച പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചതിയിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കിയതെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ജോഷിയുടെ സഹായി അനൂപും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പിന്നീട് പല കേന്ദ്രങ്ങളിലും എത്തിച്ച് വാണിഭം നടത്തിയതെന്നും അനൂപ് മൊഴി നൽകി. ജോഷിയുടെ ഡ്രൈവർ ഇപ്പോൾ ഒളിവിലാണ്. പെൺവാണിഭത്തിന് വന്നവരുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തത് താനാണെന്ന് മുബീന സമ്മതിച്ചിരിക്കുന്നു. ഇടപാടുകാർ പണം നിക്ഷേപിക്കുന്നത് മുബീനയുടെ അക്കൗണ്ടിലാണ്. കൊച്ചിയിൽ നടന്ന റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് ASIയെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ മുബീനയെയും വന്ദനയെയും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഡാഡി ടീം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് മുബീനയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യാപാരവും കഴിയുമ്പോൾ തന്റെ വിഹിതമെടുത്ത ശേഷം ബാക്കി പണം രാഹുലിനും രശ്മിക്കും കൈമാറും. പുതിയ പെൺകുട്ടികളെ എത്തിക്കാനും മുബീനയും വന്ദനയും സഹായിച്ചതായും മുബീന മൊഴി നൽകി.
പിടിയിലായവരുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ വാട്സാപ്പിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുമ്പാണ് പെൺകുട്ടിയെ സഹപാഠികൾ കൂട്ടബലാത്സംഗം ചെയ്തതും വാട്സാപ്പിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും. ഇതേ ദൃശ്യങ്ങൾ കാട്ടി സംഭവം പുറത്തു പറയരുതെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. 15ഉം 16ഉം വയസ്സുള്ളവരാണ് പിടിയിലായ ആൺകുട്ടികൾ. സർക്കാരിന്റെ മതഗ്രന്ഥം അംബേദ്കർ രൂപം നൽകിയ ഭരണഘടനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസഹിഷ്ണുതാ വിവാദത്തിൽ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു മോദി. അംബേദ്കർ വിഭാവനം ചെയ്തതല്ല രാജ്യത്ത് നടക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ഭരണഘടനയോടുള്ള പ്രതിബദ്ധത എന്ന വിഷയത്തിലുള്ള ചർച്ച പാർലമെന്റിൽ പൂർത്തിയായി. അസഹിഷ്ണുതാ വിവാദം കത്തിനിന്ന ഭരണഘടനാ ചർച്ചയിൽ അവസാനമാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കണം. ഭൂരിപക്ഷം വിജയിക്കാത്തിടത്ത് സമവായം വിജയിക്കും. എന്നാൽ ഭൂരിപക്ഷത്തിലൂടെ എന്തും ചെയ്യാമെന്ന് കരുതുന്നില്ല. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിക്കുന്നത് പോലും ആത്മഹത്യാപരം. അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും മോദി പറഞ്ഞു. भारत जैसा देश, विविधताओं से भरा हुआ देश, हम सबको बांधने की ताकत संविधान में है, हम सबको बढ़ाने की ताकत संविधान में है और इसलिए समय की मांग है कि हम संविधान की सैंक्टिटी, संविधान की शक्ति और संविधान में निहित बातों से जन जन को परिचित कराने का एक निरंतर प्रयास करें. ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കമിട്ട അരുൺ ജെയ്റ്റ്ലി അസഹിഷ്ണുതാ വിവാദത്തെ അടിയന്തരാവസ്ഥാക്കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നു ഇന്ത്യയിൽ സംഭവിച്ചത്. അതിനെ പിന്തുണച്ചവരാണ് ഇപ്പോൾ അസഹിഷ്ണുതയുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി. മറുപടി പറഞ്ഞ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അംബേദ്കർ വിഭാവനം ചെയ്തതല്ല രാജ്യത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കാനുള്ള മോദി സർക്കാർ തീരുമാനത്തെയും യെച്ചൂരി എതിർത്തു. ജനുവരി 26 പ്രാധാന്യം കുറയ്ക്കുന്ന നടപടിയാണ് ഇത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവർ അതിന്റെ പങ്കുപറ്റാൻ നടത്തുന്ന ശ്രമമാണ് പുതിയ ഭരണഘടനാ ദിനാചരണമെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ ഫോളോ അപ്പ്. സാങ്കേതിക സർവകലാശാലയിലെ BTech MTech പരീക്ഷ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനത്തിൽ നിന്ന് സർവകലാശാല പിന്നോക്കം പോകുന്നു. പരീക്ഷാ നടത്തിപ്പ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് തന്നെ നടത്തുമെന്ന് പ്രോ വൈസ് ചാൻസലർ പീപ്പിൾ TVയോട് പറഞ്ഞു. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇനി പുറകിലേക്ക് പോകാനാകില്ലെന്ന് സർവകലാശാല വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഡിസംബർ 2 ആരംഭിക്കേണ്ട സർവകലാശാല പരീക്ഷകൾ ഡിസംബർ 4 മാറ്റി. സാങ്കേതിക സർവകലാശാലയിലെ BTech MTech 1ാം സെമസ്റ്റർ പരീക്ഷാ നടത്തിപ്പ് ചുമതല ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകില്ല എന്നായിരുന്നു സമരക്കാർക്ക് വൈസ് ചാൻസലർ കുഞ്ചറിയ P. ഐസക് നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ്. എന്നാൽ സർവകലാശാല മുൻ തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോയി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ഇനി ഇതിൽ നിന്നും പിന്മാറാനാവില്ലെന്നാണ് സർവകലാശാല അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ വിദ്യാർത്ഥികൾ വീണ്ടും ആശങ്കയിലായി. മെറിറ്റ് ട്രാക്കിൽ നിന്ന് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാണ് പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പ്രോ VC നൽകുന്ന വിശദീകരണമെങ്കിലും പരീക്ഷയുടെ ചോദ്യപേപ്പർ വിതരണം മുതൽ ടാബുലേഷൻ വരെ ചെയ്യുന്നത് സ്വകാര്യ ഏജൻസിയാണ്. ചോദ്യപേപ്പർ പരീക്ഷ ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് തന്നെ കോളേജുകളിൽ എത്തുകയും ചെയ്യും. തീരെ സുതാര്യമല്ലാത്ത സംവിധാനത്തിലൂടെ നടത്തുന്ന പരീക്ഷയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടും തീരുമാനവുമായി മുന്നോട്ടു പോകാനുള്ള സർവകലാശാല അധികാരികളുടെ നടപടി സംശയാസ്പദമാണ്. അതിനിടെ ഒരു ദിവസത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഡിസംബർ 2 ആരംഭിക്കേണ്ട പരീക്ഷകൾ 4 ആരംഭിക്കുമെന്ന് സർവകലാശാല വ്യക്തമാക്കി. പരീക്ഷാ നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാന മന്ദിരം ഉപരോധിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. 1ാം മാറാട് കലാപത്തിലെ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഡിവിഷൻ ബെഞ്ചാണ് ശിക്ഷ റദ്ദാക്കിയത്. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി വിധി. വിചാരണ കോടതി 2 പ്രതികൾക്ക് നൽകിയ ജീവപര്യന്തം തടവ് കോടതി ശരിവച്ചു. പ്രതികളായ ഷാജി, ശശി എന്നിവരുടെ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ശരിവച്ചത്. കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2002 ജനുവരി 4 അബൂബക്കർ വെട്ടേറ്റ് മരിച്ച കേസിലാണ് 14 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചത്. പ്രതികൾ സമർപ്പിച്ച അപ്പീലും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അബൂബക്കറിന്റെ പിതാവ് സമർപ്പിച്ച റിവിഷൻ ഹർജിയിലാണ് കോടതി വിധി. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി.
അബൂബക്കറിന്റെ അനന്തരാവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദൃക്സാക്ഷിയുടെ മൊഴി സംശയകരമാണെന്നും സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞതിൽ അപാകതയുണ്ടെന്നും കോടതി വിലയിരുത്തി. സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകുകയാണെന്നും ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ പറഞ്ഞു. വിഷുവിന് CPIMന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി വിപണിയിലെത്തിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിലക്കയറ്റം തടയാൻ സർക്കാർ പ്രഖ്യാപിച്ച തുക അപര്യാപ്തമെന്നും 5 കോടി രൂപ ഒരാഴ്ച കൊണ്ട് തീരുമെന്നും കോടിയേരി പറഞ്ഞു. കഴിഞ്ഞ ഓണക്കാലത്ത് വിജയകരമായി പൂർത്തിയാക്കിയ വിഷരഹിത പച്ചക്കറിയുടെ ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിനാണ് CPIM തയ്യാറെടുക്കുന്നത്. വിഷുവിന് വിഷമില്ലാത്ത സ്വന്തം പച്ചക്കറി എന്ന മുദ്രാവാക്യം ഉയർത്തി അടുത്ത വിഷുക്കാലത്ത് ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി നൽകാനാണ് CPIMന്റെ തീരുമാനം. ഇതിനായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിന്റെ കാർഷിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന മുഴുവൻ ഏജൻസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് CPIM ഈ സംരംഭത്തിന് തയ്യാറെടുക്കുന്നത്. പച്ചക്കറി വില നിയന്ത്രണത്തിന് സർക്കാർ അനുവദിച്ച തുക അപര്യാപ്തമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പം തന്നെ അനുവദിച്ചത് 5 കോടി രൂപ മാത്രമാണ്. ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി 5 കോടി രൂപ പര്യാപ്തമേ അല്ല. 100 കോടി രൂപ ഇപ്പോൾ ഗവൺമെൻറ് നീക്കി വെക്കണം. ഈ പച്ചക്കറി രംഗത്തുണ്ടായ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടി 100 കോടി രൂപ അനുവദിക്കേണ്ട സ്ഥാനത്ത് 5 കോടി രൂപ അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം. മറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്തെല്ലാം കാര്യത്തിന് ഗവൺമെൻറ് പണം ചെലവഴിക്കുന്നു. ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ കഴിയാത്തൊരു സ്ഥിതി എങ്ങനെ വന്നു? വിഷപ്രയോഗമില്ലാത്ത പച്ചക്കറി ലഭ്യമാക്കാനുള്ള കർമ്മ പദ്ധതി ശില്പശാലയിൽ തയ്യാറാക്കി. ഡോക്ടർ TM തോമസ് ഐസക് MLA ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ജിജു P അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TVയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ പട്ടുറുമാൽ സീസൺ 9 ഗ്രാൻഡ് ഫിനാലെ നാളെ മലപ്പുറം തിരൂരിൽ നടക്കും. ആഘോഷരാവിനെ വരവേൽക്കാൻ തിരൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന് മേൽവിലാസം എഴുതിയ പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലെ തിരൂരിലെത്തിയതിന്റെ ആവേശത്തിലാണ് മലപ്പുറം. വൈകിട്ട് 6 മണിക്ക് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മാപ്പിളപ്പാട്ടിന്റെ വസന്തം പെയ്തിറങ്ങുന്നത്. മുഹമ്മദ് യാഷിഖ്, ശ്യാംലാൽ, പർവീൻ ഫാത്തിമ, നിതിൻ G രാജൻ, ഇസ്മയിൽ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് അവസാന റൗണ്ടിലുള്ളത്. ഫിറോസ് ബാബു, നജീം അർഷാദ്, രഞ്ജിനി ജോസ് എന്നിവർ വിധികർത്താക്കളായെത്തും. കൂടെ വൈവിധ്യമാർന്ന നൃത്ത സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പട്ടുറുമാലിലെ മുൻ വിജയികളും കുട്ടിപ്പട്ടുറുമാൽ ഫെയിം യുംനയും ആസ്വാദകരെ ആവേശം കൊള്ളിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ വിഷ്ണുപ്രിയയും സാജിദ ഷമാസും അവതരിപ്പിക്കുന്ന നൃത്തവും ഒപ്പനയും ആഘോഷങ്ങൾക്ക് നിറം പകരും. 10,000-ഓളം പേർക്ക് ആസ്വദിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളും തിരൂരിൽ സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പരിശോധനകൾ ശക്തമാക്കി. അളവിലും തൂക്കത്തിലും വിലയിലും കൃത്രിമത്വം കാണിച്ച വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളും സ്ക്വാഡ് പിടിച്ചെടുത്തു. ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയത്. വ്യാപാരത്തിൽ കൃത്രിമത്വം കാണിച്ച നിരവധി കടകൾക്ക് പരിശോധനാ സംഘം പിഴ ചുമത്തി. സന്നിധാനത്തെ പ്രമുഖ ഭക്ഷണശാലയിൽ നിന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ പരിശോധനാ സംഘം പിടിച്ചെടുത്തു. നെയ്യഭിഷേകത്തിനു ശേഷം ആഴിയിലേക്ക് എറിയേണ്ട തേങ്ങ ചില ഹോട്ടലുകളിൽ കറിക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. ആഴിയിൽ എറിയുന്നതിനു മുമ്പായി തീർത്ഥാടകരിൽ നിന്നും തന്ത്രത്തിൽ കൈക്കലാക്കുന്ന തേങ്ങയാണ് വൻതോതിൽ ഹോട്ടലുകളിൽ എത്തുന്നത്. പ്രത്യേക ഏജന്റുമാർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുകയാണെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് പറഞ്ഞു. ഇവിടെ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ അത് ലോഡ് കണക്കിന് ഹോട്ടലുകാർ വാങ്ങിയിട്ട് അതാണ് ചിരണ്ടെന്ന്. അത് ഞങ്ങൾ ഒരു ചാക്ക്, നിങ്ങൾക്ക് വിഷ്വൽ എടുക്കാവുന്നതാണ്, ഒരു ചാക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ചിരണ്ടിയ തേങ്ങ, നെയ്ത്തേങ്ങ ചിരണ്ടിയത്. ഇവർക്ക് ഇവിടുന്ന് ഏജൻസ് കാണും, ഇവിടുന്ന് ഉറപ്പായ ഏജൻസ് കാണും. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാത്ത ഹോട്ടലുകൾക്കും പിഴ ചുമത്തി. കൃത്യമായ അളവിനോടൊപ്പം വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പരിശോധനാ സംഘം താക്കീത് നൽകി. തീർത്ഥാടകരെ കബളിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.